ഈ വീഡിയോ കണ്ടവരുടെ ശരീരം കോരിത്തരിക്കും. ഇതെല്ലാം മദ്രസയിൽ നിന്നും മതം പഠിച്ചതുകൊണ്ട് മാത്രം വന്ന ബുദ്ധിയാണ്. ഈ വർഗീയ ചിന്താഗതിയുള്ള ഈ തള്ള പറയുന്നത് ചെറുപ്പത്തിൽ ആരും മതം പഠിക്കരുതെന്ന്. മതം പഠിച്ചാൽ തീവ്രവാദിയാകും. ഈ തള്ളയുടെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കും. ബോധം ഉറക്കുന്നതിന് മുമ്പ് തലയിലേക്ക് അടിച്ചു കയറ്റും. ബൈബിളിലെ കാര്യങ്ങൾ, ഖുറാനിലെ കാര്യങ്ങൾ അടിച്ചു കയറ്റും. ഒരു 18 വയസ്സ് വരെ മതപഠനം അനുവദിക്കും. ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും പറ്റുന്ന തരക്കട പറഞ്ഞാൽ ബോധം ഉറക്കുന്നതിന് മുമ്പ്. കേട്ടില്ലേ? ഈ തള്ള ഉന്നം വെച്ച് പറയുന്നത് മുസ്ലിം വിശ്വാസികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇവർ മതം പഠിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് മറ്റുള്ളവർ മതം പഠിക്കരുത്, അങ്ങനെയാണോ? എന്നാൽ എല്ലാ മതങ്ങളും എല്ലാ മതവിശ്വാസികളും പഠിക്കണം. എന്നാൽ മാത്രമാണ് അവന് മനുഷ്യനാവാൻ കഴിയുള്ളൂ എന്ന് ഈ തള്ളയോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. കാരണം എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് മനുഷ്യനെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ്. ഇന്ത്യൻ നിയമം ആർട്ടിക്കിൾ 25 പ്രകാരം സ്വന്തം മതം പഠിക്കാൻ അവകാശമുണ്ട്. സ്വന്തം മതത്തെ ഉയർത്തിക്കാട്ടുവാനും സ്വന്തം മതമാണ് വലുതെന്ന് ഉറക്കെ പറയുവാനും അവകാശമുണ്ട്. മതം പഠിക്കാത്ത ഈ തള്ള പറയുന്നു ചെറുപ്പം തൊട്ടേ മതം ആരും പഠിക്കരുത്. ഇവർ പഠിച്ചില്ല എന്ന് വെച്ചിട്ട് മറ്റുള്ളവർ പഠിക്കണ്ട എന്ന് പറയാൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തത്? ശാഖയിലെ കുട്ടികൾ ചെറുപ്പത്തിൽ ആയുധങ്ങൾ കൈവശം വെക്കുന്നു, ആയുധങ്ങൾ കൊണ്ട് പരിശീലനം നടത്തുന്നു. ഇതൊന്നും ഈ തള്ളയുടെ കണ്ണിൽ കണ്ടിട്ടേയില്ല. വർഗീയവാദം പിടിച്ച തള്ളയെ നിങ്ങളിതൊന്ന് കാണണം. ഇസ്ലാമിൻ്റെ മതം പഠിച്ച ഒരു പെൺകുട്ടി സ്വന്തം തല മറച്ചുകൊണ്ട് ഒരു കടയിലേക്ക് വരികയാണ്. ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുത്തുകൊണ്ട് പണം കടക്കാരനെ ഏൽപ്പിക്കുമ്പോൾ വിശന്ന് പൊരിഞ്ഞ ഒരു പാവം പഠിച്ച ഒരു ചെറുപ്പക്കാരൻ ആ കടക്കാരൻ്റെ മുന്നിൽ കൈനീട്ടുകയാണ്. എനിക്ക് വല്ലതും കഴിക്കാൻ തരണമേ എന്ന് യാചിക്കുകയാണ്. മദ്രസയിൽ പോയി മതം പഠിച്ച ഈ പെൺകുട്ടി തൻ്റെ ഇഷ്ടപ്പെട്ട സാധനം തിരികെ വെച്ചുകൊണ്ട് ആ കടക്കാരനോട് പൈസ തരുവാൻ ആവശ്യപ്പെടുകയാണ്. ആ കാശെടുത്ത് ആ പാവം പിടിച്ച മനുഷ്യൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഈ വീഡിയോ കണ്ടവരുടെ ശരീരം കോരിത്തരിക്കും. ഇതെല്ലാം മദ്രസയിൽ നിന്നും മതം പഠിച്ചതുകൊണ്ട് മാത്രം വന്ന ബുദ്ധിയാണ് തള്ളെ, മനസ്സിലാക്കുക. വിശന്ന് പൊരിഞ്ഞവനെ കണ്ടാൽ നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ അവന് കൊടുക്കുക, അല്ലെങ്കിൽ അവന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം മതത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി പറയുന്നത്. ആ മുഹമ്മദ് നബിയുടെ തത്വങ്ങളാണ് ഓരോ മദ്രസകളിലും പഠിപ്പിക്കുന്നത്. ആ തത്വങ്ങൾ അനുസരിക്കാത്ത നാറികളായ മുസ്ലിം നാമധാരികൾ കൊലപാതകവും കള്ളത്തരവും മയക്കുമരുന്ന് അടിമയുമാകുന്നുണ്ട്. മുസ്ലിം നാമധാരികൾ മാത്രമാണ് അവർ. ആ പ്രവാചകന്റെ തത്വങ്ങൾ അനുസരിക്കാതെ ജീവിക്കുന്നവർ മാത്രമാണ് അവർ. അതുകൊണ്ട് അവരെ ഇസ്ലാമിൽ ചേർക്കാൻ ഒരാളും വരരുത്. ഈ തള്ളക്ക് കടുത്ത മതഭ്രാന്താണ്. സ്വന്തം ജാതിയിൽപ്പെട്ടവരെ മതം പഠിപ്പിക്കാൻ നോക്കൂ തള്ളെ, അല്ലെങ്കിൽ വയസ്സുകാലത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് വൃദ്ധസദനങ്ങളാണ്. സ്വന്തം പേരക്കുട്ടികളെ കൊഞ്ചിക്കാൻ കഴിയാതെ സ്വന്തം സങ്കടങ്ങൾ ഗദ്ഗതങ്ങളായി ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മരണത്തെ പുൽകേണ്ടി വരും.